ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു വണ്ടി കൊണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാട്ടിക്കൂടെ വന്നതാണ് ഗൈസ്. വണ്ടിയിൽ കുറച്ച് ചെളിയുണ്ട്, അതൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് മാറിക്കോളും. ഗൈസ്, എന്തായാലും കൊള്ളാം. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, നമുക്കിനി നേരെ നമ്മുടെ ട്രാക്കിലേക്ക് പോകുന്നുണ്ട്. ഗൈസ്, ഇതിന് മുന്നത്തെ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോയി കണ്ടു നോക്കുക. ഗൈസ്, ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സൊക്കെ ഈ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഒന്നിച്ച് കളിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഗൈസ് ഉറപ്പായിട്ട് നമുക്ക് ഒന്നിച്ച് കളിക്കാം. ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ ട്രാക്കിലേക്ക് പോകണം ഗൈസ്. അതായത് ഇവിടുന്ന് ഏകദേശം 9.3 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. നമ്മുടെ വണ്ടി മെർസിഡീസ് AMG ആണ് ഗൈസ്. അതായത് ഇത് ഏത് മോഡലാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഈ ഒരു ഗെയിമിൽ കൊടുത്തേക്കുന്ന GTR പ്രീ ഓർഡർ കാർ എന്നാണ് ഗൈസ്. അതായത് 2017 മോഡൽ മെർസിഡീസ് AMG ആണ് ഗൈസ്. വണ്ടി നമ്മൾ ഫുള്ളി ട്യൂൺ ചെയ്തിട്ടുണ്ട്, ഫുള്ളി പവർ ചെയ്തിട്ടുണ്ട്, എല്ലാം നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ കൊടുക്കുന്നിടത്ത് വണ്ടി കയറും ഗൈസ്. എനിക്ക് തോന്നിയതൊരു ഏകദേശം 400 കിലോമീറ്റർ സ്പീഡ് അടിക്കേണ്ടതാണ് ഗൈസ്. നമ്മളെ വണ്ടി അത്രയിലും അടിക്കേണ്ടതാണ്. നമ്മൾ അതുപോലത്തെ പവർ നമ്മൾ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് പെയ്യെ ഈ കാട്ടിക്കൂടെ പോവാം. ഒത്തിരി സ്പീഡിലൊന്നുമല്ല, എന്നാലും ഗൈസ് മാക്സിമം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ പെയ്യെ പോകാം ഗൈസ്. പെയ്യെ, അതായത് നമ്മൾ ഫസ്റ്റ് വണ്ടി എടുക്കുമ്പോൾ ഗൈസ് എപ്പോഴും നൈസായിട്ട് വണ്ടി എടുക്കുക. നൈസായിട്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ റഷായിട്ട് എടുത്ത് പോകാതെ ഫസ്റ്റ് നമ്മൾ ഗൈസ് എപ്പോഴും നൈസായിട്ട് വണ്ടി ഈ ഒരു കാട്ടിക്കൂടി ഇങ്ങനെ ആസ്വദിച്ച് പെയ്യെ ഓടിക്കുക. മെയിനായിട്ട് ഗൈസ് സ്റ്റിയറിംഗ് വീലും ആക്സിലറേറ്റർ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ് ഉറപ്പായിട്ടും അത് യൂസ് ചെയ്ത് പെയ്യെ വണ്ടി ഓടിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ ഫസ്റ്റ് ഈ ഒരു കാട്ടിക്കൂടൊക്കെ ആകുമ്പോൾ ഈ ഒരു ഗെയിം കളിക്കാനുള്ള സ്പെക്കും കാര്യങ്ങളും ഇതിനുള്ള ആക്സസറീസും ഒക്കെ ഉണ്ടെങ്കിൽ ഗൈസ് ഉറപ്പായിട്ടും ഇങ്ങനത്തെ ഒരു കാട്ടിക്കൂടെ പോകുമ്പോൾ ഗൈസ് നല്ല ക്ലാരിറ്റി ആയിരിക്കും. ഗെയിം നല്ലൊരു PC ഉണ്ടെങ്കിൽ ഗൈസ്. അപ്പം നമ്മൾ ഈ സ്റ്റിയറിംഗ് വീലും വെച്ചൊക്കെ കളിക്കുമ്പോൾ ഗൈസ് അതിനനുസരിച്ച് അവർ നല്ലൊരു ഫീല് നമുക്ക് തരും ഗൈസ്. നല്ലൊരു ഫീല് തരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, പെയ്യെ വണ്ടി ആ കാട്ടിക്കൂടെ ഓടിച്ച് പെയ്യെ റോഡിലോട്ട് എത്തി ഓടിച്ച് പെയ്യെ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഗൈസ് അങ്ങനെ വേണം കളിക്കാൻ ഗൈസ്. റോഡിലൊക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ കുറച്ച് റഷായിട്ട് ഓടിച്ചാലും സീനില്ല. പക്ഷേ ഗൈസ് ഇങ്ങനത്തെ ഒരു കാട്ടിക്കൂടൊക്കെ പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം പെയ്യെ ഓടിച്ച് പോവുക. അത് ആസ്വദിക്കുക, വണ്ടി എടുക്കുന്ന സമയത്ത് ആസ്വദിക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇതങ്ങ് മാറ്റി നമ്മൾ വണ്ടി റോഡിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല ഇതായിരിക്കും. കാരണം വണ്ടിയിൽ അത്ര പവറുണ്ട്. കൊടുക്കാന്നുള്ളൊരു ത്രോട്ട് നമ്മുടെ മൈൻഡ് വരും ഗൈസ്. അങ്ങനെ അങ്ങ് കൊടുത്തു പോവുക. എന്തായാലും നമുക്ക് റോഡിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. വണ്ടി നിറച്ചും ചള്ളയാണ്, അതൊക്കെ മാറും. അതൊക്കെ നമ്മൾ ഈ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പൊക്കോളും ഗൈസ്. അതാണ്, ഇതൊക്കെ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് പൊക്കോളും ഗൈസ്. എന്തായാലും കൊള്ളാം ഗൈസ്. എൻ്റെ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളും ഒന്നുമില്ല ഉണ്ടായിരുന്ന ഉറപ്പായിട്ട് ഞാൻ നല്ല രീതിയിൽ ഓടിച്ചേനെ. പക്ഷേ ഗൈസ് നമ്മളെ കീബോർഡ് മാത്രമേ ഉള്ളൂ. സ്പെക്കും കുറവുള്ള ലാപ്ടോപ്പാണ് ഗൈസ്. സ്പെക്കും കുറവുള്ള ലാപ്ടോപ്പാണ്. അതുകൊണ്ട് എന്താ പറയുക ഗൈസ്, നമുക്ക് കീബോർഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എത്ര പെയ്യെ എടുക്കാൻ നോക്കിയാലും ഗൈസ് വണ്ടി ഫുള്ള് ആക്സിലറേഷൻ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നമ്മളതുകൊണ്ട് മാക്സിമം കൈ ജസ്റ്റ് കൊടുത്തിട്ട് ഗൈസ് അങ്ങനെയാണ് ചെയ്യുന്നത് ഗൈസ്. നമ്മളെ എന്താ പറയുക, വണ്ടി ഫുൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എൻജിൻ കാര്യത്തിലും അല്ലാതെ നമ്മൾ ടെർബോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ സൗണ്ട് കേൾക്കാൻ പറ്റിയേക്കാം ഗൈസ്. എന്തായാലും കൊള്ളാം. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗായ്സ്, നമ്മളിപ്പോൾ നമ്മുടെ ആ ഒരു ഫെസ്റ്റ് ഏരിയയിലോട്ട് വന്നിട്ടുണ്ട് നമ്മൾ വണ്ടി കൊണ്ട് ഗൈസ്. ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് അത്യാവശ്യം ഫാൻസ് ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ ചെറിയൊരു ഡ്രിഫ്റ്റ് നടത്തിയാലോ ഗൈസ്. ഒരു കൊച്ചു ഡ്രിഫ്റ്റ് നടത്തിയാൽ കൊള്ളായിരുന്നു. നോക്കാം ഗൈസ്. ഇവിടെ ചെറിയൊരു ഡ്രിഫ്റ്റ് നടത്തിയാലേ കൊള്ളാം ഗൈസ്. നമ്മുടെ വണ്ടിയുടെ ചള്ളയെല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ക്ഷമിക്കണം, ചെറിയൊരു പനിയുണ്ട്. നമ്മളെ വണ്ടിയിൽ ഈ ഒരു ചെയ്തിരിക്കുന്ന ഈ ഒരു ഇത് എന്താ, ഈ ലിവറി അല്ല, ഈ ഒരു ഡിസൈൻ ഇല്ലേ ഗൈസ്, അത് നമുക്ക് റെക്കമെൻഡായിട്ട് കിട്ടിയത്. നമ്മൾ ഇതല്ല ഗൈസ്, നമുക്ക് കിട്ടിയപ്പോൾ ഒരു പച്ച കളറായിരുന്നു.
പിന്നെ നമ്മൾ നൈസായിട്ട് പെയിൻ്റൊക്കെ മാറ്റി നമ്മൾ സെറ്റാക്കി ഗൈസ്. വണ്ടിയുടെ പവർ കണ്ടു ഗൈസ്, അത്യാവശ്യം നല്ല പവറുള്ള വണ്ടി തന്നെയാണ് ഗൈസ്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പവറുണ്ട് വണ്ടിക്ക് ഗൈസ്. അതൊരു ഓൺലൈൻ പ്ലെയർ ആണോ അവനെ പോകുന്നത് ഗൈസ്. നമുക്ക് അവനെ പിടിച്ചാലോ ഗൈസ്, അവനെ പിടിക്കാൻ നോക്കാം കേട്ടോ ഗൈസ്. കൺട്രോൾ വന്നു ഗൈസ്. മതിൽ പകുതി തിന്നു നമ്മൾ ഗൈസ്. ഓക്കെ, നമ്മളെ അവനെ അടിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അവൻ പുറയില്ല ഗൈസ്, പുറയില്ല ഗൈസ്. കൊടുത്ത് കയറിക്കഴിഞ്ഞാൽ കയറും ഗൈസ്, വണ്ടി നല്ലപോലെ കയറും, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ഇടയ്ക്ക് കൺട്രോൾ പോകും ഗൈസ് ഈ ഒരു വണ്ടി. പക്ഷേ ഗൈസ് ഇതിന് തൊട്ട് മുന്നേ ഇട്ട ലംബോർഗിനി ഉണ്ടല്ലോ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീനാണ് ശരിക്കും പറയാലോ. നല്ല പവറും ഉണ്ട് ഗൈസ്, അതുപോലെ തന്നെ നല്ല ഹാൻഡിലിങ്ങും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു വണ്ടി എന്ന് പറയുന്നത്. പിന്നെ ഗൈസ് എനിക്ക് ഇങ്ങനെ ഈ ഒരു ഗെയിമിൽ കുറേ ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഗൈസ്. അതുപോലെ തന്നെ ടൊയോട്ടയുടെ സുപ്ര ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്, എന്തായാലും പോയി നോക്കുക നിങ്ങൾ. അതും അടിപൊളിയാണ്, കാണുന്ന മുതലൊന്നും അല്ല അതും വേറെ ലെവൽ സാധനം തന്നെയാണ് ഗൈസ്. ഉറപ്പായിട്ടും അത് കണ്ടിട്ടില്ലേ ഗൈസ്, ഉറപ്പായിട്ടും പോയി കണ്ടു നോക്കുക. അത് അതുപോലത്തെ ഒരു മുതൽ സാധനമാണ്. കാരണം ഗൈസ് ആ ഒരു സമയത്ത്, അതായത് പണ്ടത്തെ ആ ഒരു വണ്ടിയെ ഏകദേശം പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ട്യൂൺ ചെയ്ത സുപ്ര ആണെങ്കിൽ ഗൈസ്, ഞാൻ ഒരു ചാനലിൽ നോക്കി ട്യൂൺ ചെയ്തതാണ് ഗൈസ്. ഇവിടെ നമുക്ക് അങ്ങോട്ട് അടിക്കാം കേട്ടോ. നമുക്ക് ഒറ്റ റൂട്ടാണ് ഗൈസ്, ഇവിടെ അടിക്കാം, കുറച്ചടിക്കാം. പിന്നെ നമുക്ക് ഗൈസ് നമ്മുടെ ട്രാക്ക് വേറെ ഇത് ചെറിയ വളവും കാര്യങ്ങളൊക്കെ. ട്രാക്കിലും വളവുണ്ട് ഗൈസ്, പക്ഷെ എന്നാലും ഒരുമാതിരി റോഡ് നേരെയാണ്, ഇതുപോലത്തെ റോഡല്ല ഗൈസ്. ഞാൻ പറയാൻ വന്നത് ഗൈസ്, നമ്മുടെ ബുഗാട്ടിയെ സ്പീഡ് ലാസ്റ്റ് ടോപ്പ് സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യേണ്ടതാണ് നമ്മുടെ സുപ്ര. കാരണം ഗൈസ് അത് ട്യൂൺ ചെയ്തതും ബുഗാട്ടി ട്യൂൺ ചെയ്തത് ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ്. പക്ഷേ ഗൈസ് ബുഗാട്ടിയുടെ ടോപ്പ് സ്പീഡിനെക്കാട്ടിലും ടോപ്പ് സ്പീഡിൻ്റെ ഏകദേശം തൊട്ടടുത്ത് തന്നെ നമ്മുടെ സൂപ്പർ ടോപ്പ് സ്പീഡ് വന്നു. അപ്പം ഗൈസ് ബഡ്ജറ്റ് നല്ല വ്യത്യാസമുണ്ട് ഗൈസ്. ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഇല്ല, സൂപ്പർ ഒരു മുതൽ ഐറ്റം തന്നെയാണ് ഗൈസ്. അതുകൊണ്ട് ഈ ഗെയിം ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, അത്രയും പൈസ കൊടുത്ത് ഈ ബുഗാട്ടി വാങ്ങുന്നതിനെക്കാട്ടും നല്ലത് ഒരു സൂപ്പർ വാങ്ങുക ഗൈസ്. നല്ല രീതിയിൽ പണിയുക, നല്ല രീതിയിൽ ടൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ടോപ്പ് സ്പീഡ് ബുഗാട്ടിയുടെ അത്ര ഏകദേശം വരും ഗൈസ്. എന്തായാലും കൊള്ളാം. നമ്മുടെ ഏരിയ വന്നിട്ടുണ്ട്, നമ്മുടെ ലൈറ്റ് കത്തട്ടെ. ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടി ലൈറ്റ് കത്തിയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട് ഗൈസ്. അഗ്രസീവ് മോഡ് സൗണ്ട് വരും. ഈ ഒരു ടണലിൽ കയറി കഴിഞ്ഞാൽ നല്ല സൗണ്ട് വരും ഗൈസ്, നല്ലൊരു സൗണ്ട് ഈ ഒരു ടണലിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഗൈസ്. ഈ ഒരു ടണലിൽ കയറുമ്പോഴേ നമ്മുടെ വണ്ടിയുടെ ലുക്ക് മാറും, ഭയങ്കര ഒരു പ്രീമിയം ലുക്ക് ഈ ഒരു ടണൽ നമുക്ക് തരുന്നതാണ് ഗൈസ്. അതാണ് ഈ ഒരു ഇതിൻ്റെ ഗൈസ്. നമ്മുടെ ഇതൊക്കെ കത്തി കേട്ടോ, അടിപൊളിയാണ് ഗൈസ്. 300 കിലോമീറ്റർ സ്പീഡുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാം ഗൈസ്, ഇതിൻ്റെ AC-യുടെ ആ ഒരു ഇത് നമുക്ക് ഗ്ലാസ്സിനകത്തൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് AC-യുടെ ആ ഒരു സംഭവം ഗൈസ്. നമ്മൾ വണ്ടി നിർത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കാണാൻ പറ്റും ഗൈസ്. വെളിയിൽ നിന്ന് കാണാൻ പറ്റും AC-യുടെ ആ ഒരു അത്രയും AC-യുടെ ഒരു സംഭവം ഉണ്ട് ഇതിൽ. അടുക്കാണ് ഗൈസ് വന്നിരിക്കുന്നത്. കറക്റ്റ് ഗ്ലാസ്സിനകത്തോട്ട് നോക്കുമ്പോൾ ഡയറക്റ്റ് ഗൈസ് ഏകദേശം 370 ഗൈസ്, 380 ഗൈസ്, 390 ഗൈസ്. 400 അടിക്കും ഗൈസ്, 400 അടിച്ചിട്ടുണ്ട് കേട്ടോ, 400 അടിച്ചിട്ട് ഗൈസ്. സ്പീഡോമീറ്ററൊക്കെ കണ്ടോ ഗൈസ്, RPM കണ്ടോ, താന്ന് കിടക്കുകയാണ് ഗൈസ്. വണ്ടി ഇത്ര സ്ലോ ആയിട്ട് RPM സ്പീഡോമീറ്ററും മേലോട്ട് വന്നിട്ടില്ല ഗൈസ്. ഇപ്പം വന്നു കേട്ടോ, ഇപ്പോഴാണ് ശരിക്കും വരുന്നത് ഗൈസ്. 380 എങ്ങാണ്ടായ സമയത്ത് പോലും RPM സ്പീഡോമീറ്റർ താഴോട്ട് വന്നിട്ടേ ഇല്ല ഗൈസ്. അത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പവർ വണ്ടിക്കുണ്ട് ഗൈസ്, ഗൈസ്. അടിപൊളിയാണ്. നമുക്ക് എന്തായാലും ഗൈസ് അടുത്ത ഒരു വണ്ടി കൊണ്ട് നമ്മൾ വേറൊരു വണ്ടി കൊണ്ട് വരും ഗൈസ്. പക്ഷെ അത് നമുക്ക് നോക്കാം ഗൈസ്, അത് എത്ര കയറുമെന്ന് ഗൈസ്. ഞാൻ ഒരു വണ്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അത് നമ്മൾ എനിക്ക് തോന്നുന്നില്ല 400 അടിക്കുമെന്ന് ഗൈസ്. എന്തായാലും നമ്മൾ മാക്സിമം അത് 400 അടിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് പണിയാം ഗൈസ്. എന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോ എന്തായാലും അവസാനിക്കാൻ സമയമായി ഗൈസ്. അടുത്ത ഒരു വീഡിയോയിൽ അടുത്ത ഒരു വണ്ടി കൊണ്ട് വരുന്നതായിരിക്കും. വേറെ ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് വേണേൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഫ്രണ്ട്സൊക്കെ കളിക്കുന്നുണ്ട്, ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്, ലൈക്ക് ചെയ്യുക വീഡിയോയ്ക്ക് ഗൈസ്. ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക
എന്തായാലും ഓക്കെ, ബായ്.